ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കശ്മീർ അതിർത്തിയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ആക്രമണം. ജനവാസ മേഖലയിലെ ഷെല്ലാക്രമണത്തിൽ 15 ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത്. പാക് ഷെല്ലുകൾ പതിച്ച പൂഞ്ചിലെ ഇസ്ലാമാബാദിൽ നിന്നും ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പാകിസ്ഥാനിൽ നിലയുറപ്പിച്ച ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ആ ഒരു പ്രഹരം താങ്ങാൻ ശേഷിയില്ലാത്ത, അതിന് പകരം ചോദിക്കാൻ കഴിവില്ലാത്ത, കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ എന്നാൽ അതിൻ്റെ പക തീർത്തിരിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്ന മനുഷ്യരുടെ നേർക്കാണ്. നമുക്ക് ആ ചിത്രങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ കാണാൻ കഴിയും. ഇത് ഉറിയിലെ സലാമാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യർ ഇന്നലെ ഉറങ്ങിയ ഒരു വീടാണ് ഇത്. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന, സ്വസ്ഥമായി കഴിയുകയായിരുന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ 3 കുടുംബങ്ങൾ ഈ 3 വീടുകളിൽ ഉറങ്ങിയിരുന്നു ഇന്നലെ. ഇന്ന് അതൊരു ചാരക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ വീട്. അവരുടെ സമ്പാദ്യം, അടുത്ത ഒരു വർഷത്തേക്ക് അവർ ശേഖരിച്ചു വെച്ച ധാന്യങ്ങളാണ് ഇപ്പോഴും പുകച്ചുരുളുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ ഒരു ജനവാസ മേഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ, അവയുടെ ശേഷി അറിയണമെങ്കിൽ ഇവിടെ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ. ഒരു അലുമിനിയ പാത്രം ഇവിടെ വെച്ചിരുന്നതാണ്. അത് പൂർണ്ണമായും ഉരുകി ഒലിച്ചു പോയിരിക്കുന്നു. അത്രത്തോളം മാരക പ്രഹരശേഷിയുള്ള ആയുധമാണ് ഇവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ, അവരെ വധിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെ ആ നീചരാഷ്ട്രം പ്രയോഗിച്ചിരിക്കുന്നത്, ആ സൈന്യം പ്രയോഗിച്ചിരിക്കുന്നത്. അത് സംസ്കാരമുള്ള ഒരു സൈന്യം ലോകത്തെവിടെയാണെങ്കിലും ചെയ്യുന്ന ഒന്നല്ല. 4 പേർക്കാണ് ഇവിടെ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവരെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും ഒഴിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഏത് സമയവും ഇരുട്ടിൻ്റെ മറവിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനിയും ഒരു ആക്രമണം ഉണ്ടാവുമെന്ന ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇന്ന് തന്നെ ഇന്ത്യൻ സൈന്യം പാക് പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടി നൽകിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണം അവസാനിപ്പിച്ച് പിന്മാറിയത്. ആ പിന്മാറിയവർ ഇരുട്ടിൻ്റെ മറവിൽ ഇനിയും എത്തും എന്ന് കണക്കാക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം. അതിന് മറുപടി നൽകാൻ തയ്യാറായി സൈന്യം നിൽപ്പുന്നുണ്ട്. അതിനു മുമ്പായി ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ജീവൻ, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ടതാണ്. അത് സുരക്ഷിതമാക്കാനായി അവരെ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാനുള്ള കനത്ത തിരിച്ചടി തന്നെ ഇനി നൽകും എന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സലാമാബാദിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.